നമസ്കാരം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് രാമമംഗലം. കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ഏറ്റവും ചെറിയ കൊടിമരവും സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അനശ്വര സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാർ തുടങ്ങി നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടുകൂടിയാണ് രാമമംഗലം. ബാലനരസിംഹസ്വാമിയുടെയും ഉണ്ണിഭൂതത്തിൻ്റെയും ഷഡ്കാല ഗോവിന്ദമാരാരുടെയും നാട്ടിലൂടെ ഒരു യാത്ര. കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പെരുന്തൃക്കോവിലുകൾ അപൂർവമാണ്. തച്ചുശാസ്ത്ര വിധിപ്രകാരം ശ്രീകോവിലടക്കമുള്ള ക്ഷേത്രഗാത്രത്തിൻ്റെ വലിപ്പവും ഇതര പ്രത്യേകതകളുമാണ് തൃക്കോവിലിനെ പെരുന്തൃക്കോവിലാക്കുന്നത്. കൂറ്റൻ ചുറ്റുമതിൽ, ഗാംഭീര്യമാർന്ന ആനപ്പന്തലുകൾ, വിളക്കുമാടം, വലിയ ബലിക്കൽപുര, കൂത്തമ്പലത്തോടുകൂടിയ വലിയമ്പലം, ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ മുഖമണ്ഡപം, ഇരുനില വട്ടശ്രീകോവിൽ, മതിൽക്കകത്ത് ദർശനമായി തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള അറപ്പുരയെന്ന ദേവസ്വം കൊട്ടാരം, വടക്കുഭാഗത്തുള്ള ഊട്ടുപുര തുടങ്ങിയവ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. കേരളത്തിലെ പ്രാചീന നാടകകലയായ കൂത്ത് അവതരിപ്പിക്കുന്നതിനുള്ള വേദിയാണ് കൂത്തമ്പലം അഥവാ കൂത്തുപുര. ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിൻ്റെ മുൻവശത്തായാണ് കൂത്തമ്പലത്തിൻ്റെ സ്ഥാനം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ മണ്ഡപവിധിപ്രകാരമാണ് കൂത്തമ്പലങ്ങളുടെ നിർമ്മാണം. ക്ഷേത്രം പോലെ തന്നെ പരിപാവനമായി കൂത്തമ്പലവും കരുതപ്പെടുന്നു. കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ആചാരകലകളാണ് കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുക. നിലവിലുള്ള രേഖകളനുസരിച്ച് 8-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് 2-ാം ചേര സാമ്രാജ്യകാലത്ത് ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. നരസിംഹമൂർത്തിയുടെ ശാന്തഭാവത്തിലുള്ള ബാലനരസിംഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഓവുതാങ്ങിയായി ഉണ്ണിഭൂതത്തിൻ്റെ ഒരു പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്രം പണി കഴിപ്പിച്ച ചേരമാൻ പെരുമാൾ ഉണ്ണിഭൂതത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. ശിവയോഗിയായ പെരുമാളിൻ്റെ കർമ്മഫലം ഓവുതാങ്ങിക്കല്ലിൽ ശിവഭൂതമായി പുനർജനിച്ചു എന്നാണ് സങ്കല്പം. അല്പം പിടിവാശിയും മുൻകോപിയും എന്നാൽ ക്ഷിപ്രപ്രസാദിയുമായ കുട്ടിത്തമുള്ള ഒരു ശിവഭൂതമായിട്ടാണ് ഭക്തർ ഉണ്ണിഭൂതത്തെ ആരാധിക്കുന്നത്. വിഷുവാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. വിഷുവിൻ്റെ 3-ാം ദിവസം വലിയ വിളക്കും പിറ്റേ ദിവസം ആറാട്ടുമായി 10 ദിവസത്തെ ഉത്സവാഘോഷമാണ് ഈ ക്ഷേത്രത്തിൽ. വിഷ്ണുവിൻ്റെ നടയിലും ഉണ്ണിഭൂതത്തിൻ്റെ നടയിലും കൊടിയേറും. എഴുന്നള്ളിപ്പിന് ഉണ്ണിഭൂതത്തിനാണ് ഉയരമുള്ള ആനയും വലിയ തിടമ്പും. രാജത്വമുള്ള പെരുന്തൃക്കോവിലപ്പൻ്റെ പുറത്തെഴുന്നള്ളിപ്പിന് വാളും പരിചയമെടുത്ത് അകമ്പടി സേവിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി കുടുംബനാട്ട് കർത്താ കുടുംബത്തിനാണ്. രാമമംഗലം തിമില എന്നൊരു ചിട്ടയും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഉത്സവ എഴുന്നള്ളിപ്പിൻ്റെ തിമിലവാദന രീതിയിൽ നിന്നാണ് ഈ ചിട്ടയുണ്ടായത്. ഇവിടെ കൊട്ടുന്ന പാണിക്കും ഒരു പ്രത്യേക രീതിയുണ്ട്. രാമമംഗലം പാണി എന്നാണ് ആ ചിട്ടയുടെ പേര്. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം ആമല്ലൂർ കാവനാട് ഇല്ലത്തേക്കാണ്. നമസ്കാരം. എൻ്റെ പേര് മധു എന്നാണ്. ഞാനിവിടെ അടുത്ത് കണിശാമറ്റ തില്ലതയാണ്. രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ കുടുംബങ്ങളിൽ ക്ഷേത്രത്തോട് ഏറ്റവും അടുത്ത് താമസിക്കുന്നത് ഞങ്ങളാണ്. സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ഒരു പെരുന്തൃക്കോവിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബാലനരസിംഹസ്വാമിയാണ്. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതിന് ശേഷമുള്ള നരസിംഹത്തിൻ്റെ രൂപമായതുകൊണ്ടാണ് ബാലനരസിംഹസ്വാമി എന്ന് പറയുന്നത്. കൂടാതെ വടക്കോട്ട് ദർശനമായി ഉണ്ണിഭൂതം എന്ന ഒരു ശിവഭൂതവും ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. ഈ രണ്ട്
വളരെ ശക്തിയുള്ള ദേവന്മാരുടെ പ്രതിഷ്ഠയോടുകൂടിയ ഒരു വലിയ പെരുന്തൃക്കോവിൽ ക്ഷേത്രമാണ് രാമമംഗലം ക്ഷേത്രം. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ചേരമാൻ പെരുമാൾ പ്രതിഷ്ഠിച്ചു എന്നാണ്, ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ചു ക്ഷേത്രമെന്നാണ് നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഉപപ്രതിഷ്ഠയായിട്ടല്ല, ശരിക്കും ഒരു പ്രധാന പ്രതിഷ്ഠ എന്ന് തന്നെ പറയാം ഉണ്ണിഭൂതത്തിന്. ഉണ്ണിഭൂതത്തിന് പല കാര്യത്തിലും പ്രാധാന്യമുണ്ട് ഇവിടെ. ഉണ്ണിഭൂതത്തിൻ്റെ ശക്തി, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ കുട്ടികളുടെ വഴിപാടുകളൊക്കെ ഉണ്ണിഭൂതനാണ് നടത്തുക. ചെറിയ അസുഖങ്ങൾ വന്നാലും എന്ത് കാര്യസാധ്യത്തിനൊക്കെ ഉണ്ണിഭൂതത്തിന് നാളികേരം തുളിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. നാളികേരം തുളിക്കുക, നാളികേരം പൊട്ടിക്കുക. സാധാരണ ഗണപതിക്കാണ് ചെയ്യാറ്, പക്ഷേ രാമമംഗലം ഭാഗത്ത് ഇവിടെ വരുമ്പോൾ എല്ലാം ഉണ്ണിഭൂതത്തിനാണ്. രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിനുള്ളത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഉണ്ണിഭൂതം ഇവിടെ നിൽക്കുന്നത്. ഉത്സവത്തിനാണെങ്കിലും കൊടിയേറ്റുണ്ട്. ഇവിടെ എഴുന്നള്ളിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വലിയ ആന വേണം. ഉണ്ണിഭൂതത്തിന് വളരെ വാശിയാണ്. ഉണ്ണിഭൂതം ഒരു കുട്ടികളുടെ ഒരു ഈശ്വരൻ എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. വളരെ ഫലപ്രദമായിട്ട് ഒരുപാട് ആളുകൾ ദൂരദിക്കുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ ഉണ്ണിഭൂതത്തിനെ തൊഴുതു ബന്ധിക്കാനായിട്ട്. നമസ്കാരം, ഞാൻ മോഹൻ നമ്പൂതിരി. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നരസിംഹസ്വാമിക്ക് പാൽപ്പായസവും ഉണ്ണിഭൂതത്തിന് നാളികേരം തുളിക്കലും കുന്നിക്കുരു സമർപ്പണവും മണി സമർപ്പണവുമാണ്. അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീപാരാധനയ്ക്ക് ശേഷമാണ് ഉണ്ണിഭൂതത്തിന് നാളികേരം തുളിക്കുന്നത്. അത് മേൽശാന്തി തന്നെയാണ് തുളിക്കുന്നത്. ഇവിടെ കിണർ കൂടാതെ ഒരു കൊക്കരനുണ്ട്. കൊക്കരൻ എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാനുള്ള വേറൊരു സോഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അവിടെ വെള്ളം സാധാരണ നമുക്കുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ള ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി ഏറ്റവും താഴത്ത് പോയിട്ട് വെള്ളം മുക്കിയെടുത്തുകൊണ്ട് വരാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് നടന്നു നോക്കാം. പ്രധാന ആണ്ടുവിശേഷം പണ്ട് 3 ദിവസം വിഷുവിളക്കായിരുന്നു. അതൊരു 84 മുതൽ 10 ദിവസം ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. മുൻകാലങ്ങളിൽ ഇത് 28 ദിവസം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെന്നാണ് കേട്ടേക്കണേ. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ അത് 10 ദിവസം ഒരു ഉത്സവമായിട്ട് നടത്താണ്. മിക്കവാറും ഏപ്രിൽ 8-ാം തീയതിയോ അല്ലെങ്കിൽ 9-ാം തീയതിയോ കൊടിയേറും. വിഷുവിൻ്റെ 3-ാം ദിവസം വലിയ വിളക്കും അതിൻ്റെ പിറ്റേ ദിവസം ആറാട്ടുമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തേവർക്കും ഉണ്ണിഭൂതത്തിനും കൊടിയേറുന്നു എന്നുള്ളതാണ്. അതിനുശേഷം എഴുന്നള്ളിക്കുന്നത്, ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ 2 ആനകൾക്കും എഴുന്നള്ളിക്കും. കോല 2 ആനകളുടെ മുകളിൽ തടമ്പ് കയറ്റുക എന്നുള്ളതൊരു പ്രത്യേകമായ ചടങ്ങാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ വിഷുവിളക്ക് തന്നെയാണ്. വിഷുവിളക്കിന് കാലത്ത് 7 മണിക്ക് എഴുന്നള്ളിച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇറക്കി എഴുന്നള്ളിക്കുക. രാമമംഗലം ക്ഷേത്രത്തിലെ പഞ്ചാരിമേളം വളരെ പ്രസിദ്ധമാണ്. വളരെ പ്രഗത്ഭരായ മാരാമാർ, പഞ്ചഗോവിന്ദന്മാരെന്ന് പറഞ്ഞ് കേരളത്തിൽ വളരെ പുകഴ്പേറ്റ മാരാമാർ കൊട്ടി തെളിയിച്ച ഒരു സ്ഥലമാണ്. കൂടാതെ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരകത്തിലൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പിന്നെ പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് കിട്ടിയ കൃഷ്ണൻകുട്ടിമാരാർ ഒക്കെ ഇവിടെ ഒരു ധാരാളം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ മാരാന്മാരുടെ ഒരു കളരി കൂടിയാണ് രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിവിടുത്തെ പ്രധാന ഉപദേവതാ പ്രതിഷ്ഠയാണ്. ഇതിലൊരു ശാസ്താവ്, ദുർഗ, ഭദ്രകാളി, രക്ഷസ്, ഒരു സ്വാമിയാരെ രക്ഷ, ഇത്രയാണ് ഇതിൽ പ്രതിഷ്ഠയുള്ളത്. ഇത് കുളത്തുപുട്ടി ഭഗവതി എന്നാണ് പൊതുവെ അറിയണത്. ഈ കുളത്തുപുട്ടി ഭഗവതിക്ക് അത്താഴപൂജ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കും അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷയുടെ അന്ന് പരീക്ഷ എളുപ്പമാകാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുളത്തുപുട്ടി ഭഗവതിക്ക് അത്താഴപൂജ വഴിപാട് നടത്തുക എന്നുള്ളത് ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ധാരാളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കാര്യം നടക്കുന്നതാണ്. ആളുകളുടെ ഉത്സവം, പ്രധാന ഉത്സവം വിഷുവായിട്ട് ആണ്. വിഷുവിളക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വളരെ പ്രസിദ്ധമാണ് രാമമംഗലം വിഷുവിളക്ക്. അത് ഏപ്രിൽ 16-ഓ 17-ഓ ആയിട്ട് വരും. കാരണം ഇവിടുത്തെ കണക്കിന് വെച്ചാൽ വിഷുവിൻ്റെ 3-ാം ദിവസം വലിയ വിളക്ക്, വിഷു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വലിയ വിളക്ക് വരുന്ന രീതിയിലാണ്. അപ്പോൾ വിഷു ഏപ്രിൽ 15-ാം തീയതി വരികയാണെങ്കിൽ 9-ാം തീയതി ആയിരിക്കും കൊടിയേറ്റ്. 10 ദിവസം ഉത്സവമാണ്. അപ്പോൾ വിഷു 14-ാം തീയതി വരണമെങ്കിൽ 8-ാം തീയതി കൊടിയേറ്റ്, 16 വലിയ വിളക്ക്, 17 ആറാണ്. അങ്ങനെ ആണ് 10 ദിവസം ഉത്സവമാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ തേവർക്കും ഉണ്ണിഭൂതത്തിന് കൊടിയേറും. അതുപോലെ എഴുന്നള്ളിപ്പിനൊക്കെ ആണെങ്കിൽ 2 ആനയുടെ പുറത്ത് കോലം വേണം. തേവർക്ക് കൊടുക്കുന്ന എല്ലാ ഇമ്പോർട്ടൻസും, പ്രധാന പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുന്ന എല്ലാ ഇമ്പോർട്ടൻസും അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടിയോ ഉണ്ണിഭൂതത്തിന് കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. കൊടിമരം തന്നെ, ഇപ്പോൾ ഇവിടുത്തെ കൊടിമരം കണ്ടല്ലോ, ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ ഒന്നാണെന്നാണ് അറിയുന്നത്.
ഇത് വേഴപ്പറമ്പ് പരമേശ്വരൻ നമ്പൂരിയാണ് ഇതിൻ്റെയൊക്കെ സ്ഥാനം കണ്ടതും ഇതിൻ്റെ അളവൊക്കെ എടുത്തത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ ഒന്നാണ് രാമംഗലം പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിലെ കൊടിമരം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കൊടിമരമുണ്ട്, അത് ഉണ്ണിഭൂതത്തിന് ശേഷം നാളികേരം തുളിക്കുന്ന സ്ഥലം. മേൽശാന്തി ദീപാരാധന നട തുറന്നു കഴിഞ്ഞിട്ട് മേൽശാന്തി ഇവിടെ നിന്ന് നാളികേരം ഇതിലേക്ക് തുളിക്കും. ഇവിടെ തെറിച്ചു വീഴുന്ന നാളികേരം ഭക്തജനങ്ങൾ പറക്കിയെടുക്കും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇതൊരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇവിടെ ആളുകൾ ഒരുപാട് ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ 100ഉം 1000ഉം ഒക്കെ നാളികേരങ്ങൾ കൊണ്ടുവന്ന് വെച്ച് തുളിക്കുകയും പറക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉണ്ണിഭൂതത്തിന്. പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അനശ്വര സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാരെ പ്രതിപാദിക്കാതിരിക്കാൻ കഴിയില്ല. 1798 രാമമംഗലത്തെ കരാവട്ടയടത്ത് തറവാട്ടിൽ ജനിച്ച അദ്ദേഹം സംഗീതോപാസനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച നാദബ്രഹ്മർഷിയാണ്. ഈ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനായാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. 6 കാലങ്ങളിൽ ശാസ്ത്രീയ സംഗീതം ആലപിച്ചിരുന്ന ഗോവിന്ദമാരാരെക്കുറിച്ചാണ് ത്യാഗരാജസ്വാമികൾ എന്തൊരോ മഹാനുഭാവലു എന്ന കീർത്തനം എഴുതിയത്. മഹാരാഷ്ട്രയിലെ പാന്ധർപൂരിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക ഓഡിറ്റോറിയം ക്ഷേത്രത്തിന് സമീപമുണ്ട്. സ്മാരക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. കലാസമിതി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനും സോപാന സംഗീതമടക്കമുള്ള ക്ഷേത്രകലകളുടെ പരിപോഷണത്തിനുമായി ഇന്നും അക്ഷീണം പ്രവർത്തിച്ചു വരുന്നു. ഷഡ്കാല ഗോവിന്ദമാരാർക്കു ശേഷം ക്ഷേത്രവാദ്യകലയിലും സോപാന സംഗീതത്തിലും അദ്വിതീയരായ 5 ഗോവിന്ദന്മാർ കൂടി രാമമംഗലത്തെ സംബന്ധിമാരാർ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. പഞ്ചഗോവിന്ദന്മാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇവർക്ക് ശേഷവും നിരവധി അദ്വിതീയരായ കലാകാരന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദേശാധിപത്യമുള്ള പെരുന്തൃക്കോവിൽ ക്ഷേത്രം ഈ ഗ്രാമത്തിൻ്റെ സകല ഐശ്വര്യങ്ങളുടെയും പ്രതീകമാണ്. വാദ്യകലകളിൽ അതീവ തൽപരനായ പെരുന്തൃക്കോവിലപ്പൻ്റെ ഉത്സവം അതിഗംഭീരമായാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.